നമസ്കാരം. ഈ മണിക്കൂർ വരെയുള്ള വിശദമായ വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കീം റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകും. പ്രോസ്പെക്ടസ് ഭേദഗതിക്ക് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നും നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ് അനീതിയെന്നും വാദം. CBSE വിദ്യാർത്ഥികൾ തടസ്സ ഹർജിയും നൽകും. മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ രംഗം കുളം തോണ്ടിയെന്ന് പരിഹസിച്ച് സമസ്ത മുഖപത്രത്തിൽ ലേഖനം. അഹമ്മദാബാദ് വിമാനാപകടത്തിലെ AIB റിപ്പോർട്ട് പാർലമെന്റിൽ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം. പൈലറ്റുമാരെ സംശയമുനയിൽ നിർത്തരുതെന്നും സുതാര്യമായ അന്വേഷണം വേണമെന്നും ആവശ്യം. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിദേശ മാധ്യമങ്ങൾക്ക് 2 ദിവസം മുൻപേ ചോർന്നത് എങ്ങനെയെന്നതും ചർച്ചയാക്കും. റിപ്പോർട്ട് തള്ളണമെന്ന് പൈലറ്റുമാരുടെ സംഘടന. വിമാന കമ്പനികളെ രക്ഷിക്കാൻ ശ്രമമെന്ന് ആക്ഷേപം. വിദ്യാലയങ്ങളിലെ പാദപൂജയെ പിന്തുണച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗം. പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് ആദരവിന്റെ ഭാഗമെന്നും ഗവർണർ. വിദ്യാലയങ്ങളിലെ പാദപൂജ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. CPMന്റെ അക്രമ രാഷ്ട്രീയം ചർച്ചയാക്കാനും ആക്രമണത്തെ അതിജീവിച്ചവർക്കൊപ്പം BJP എന്ന സൂചന നൽകാനുമുള്ള നീക്കമെന്ന് വിലയിരുത്തൽ. ഉജ്ജൽ നിഗം, ഹർഷവർദ്ധൻ ശൃംഗ, മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭയിലേക്ക്. പാലക്കാട് പുൽപ്പള്ളി കാർ സ്ഫോടനത്തിൽ പെട്രോൾ ട്യൂബ് ചോർന്നത് അപകട കാരണമെന്ന മോട്ടോർ വാഹന വകുപ്പ്. ഇന്ധനം സ്റ്റാർട്ടിംഗ് മോട്ടോറിന് മുകളിലേക്ക് വീണു. കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പാർക്ക് ഉണ്ടായെന്നും തീ പെട്രോൾ ടാങ്കിലേക്ക് പടർന്ന് പൊട്ടിത്തെറിയുണ്ടായെന്നും മോട്ടോർ വാഹന വകുപ്പ്. ഫിഫ ക്ലബ് ഫുട്ബോൾ ഫൈനൽ ഇന്ന്. PSG ചെൽസി പോരാട്ടം രാത്രി 12:30 മുതൽ. വിംബിൾഡൺ പുരുഷ ഫൈനലിൽ ഇന്ന് അൽക്കാരസ് സ്കിന്നർ ക്ലാസിക് പോരാട്ടം. വാർത്തകൾ വിശദമായി നോക്കാം. കീം റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകും. പ്രോസ്പെക്ടസ് ഭേദഗതിക്ക് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നാണ് വിദ്യാർത്ഥികളുടെ വാദം. ഹൈക്കോടതി വിധി കേരള വിദ്യാർത്ഥികൾക്ക് എതിരായതിന് പിന്നാലെയാണ് നീക്കം. 10 വിദ്യാർത്ഥികളും ഒരു കോച്ചിംഗ് സ്ഥാപനവും ചേർന്നാണ് ഹർജി നൽകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ് അനീതിയാണെന്നും കേരള സിലബസ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. CBSE വിദ്യാർത്ഥികൾ തടസ്സ ഹർജിയും നൽകും. ഇരുഭാഗത്തിന്റെയും ഹർജി പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചേക്കും. എന്തായാലും കേസിൽ സുപ്രീം കോടതി വിധി നിർണായകമാകും. കീം പരീക്ഷാ വിവാദത്തിൽ ആർ ബിന്ദുവിനെതിരെ പ്രതിഷേധം ആളിക്കത്തുന്നതിനിടെ മന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും സമസ്ത മുഖപത്രം. ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ രംഗം കുളം തോണ്ടിയെന്നും വൈസ് ചാൻസലർമാർ മുഴുവൻ സംഘികളെന്നുമാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി അതൊക്കെ ഇറക്കി വെച്ച് വിദ്യാർത്ഥികളെ ഓർക്കണമെന്നും കുറ്റപ്പെടുത്തൽ. മന്ത്രി ആർ ബിന്ദു മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിൽ മന്ത്രിയെ പരിഹസിക്കുന്നത്. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി തൽക്കാലത്തേക്കെങ്കിലും അതൊന്ന് ഇറക്കി വെച്ച വിദ്യാർത്ഥികളെ കുറിച്ച് ഓർത്തിരുന്നുവെങ്കിൽ കീമിന്റെ പേരിൽ കുട്ടികളും രക്ഷിതാക്കളും ഇങ്ങനെ തീ തിന്നേണ്ടി വരില്ലായിരുന്നുവെന്നും സുപ്രഭാതം വിമർശിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗം മന്ത്രി കുളം തോണ്ടി. +2 സ്കോറിന്റെ ക്രമീകരണമാണ് പ്രശ്നം. പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് നവംബറിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും ഏപ്രിലിലാണ് ഫോർമുല പരിഷ്കരണത്തിനായി കമ്മിറ്റിയെ വയ്ക്കുന്നത്. അതിനു മുൻപ് ഫെബ്രുവരിയിൽ തന്നെ കളിയുടെ നിയമാവലി പ്രസിദ്ധീകരിച്ചിരുന്നു. 2024 അതേ നിയമാവലി. പിന്നെ കളി തുടങ്ങിക്കഴിഞ്ഞ നിയമം മാറ്റിയെന്ന് പറഞ്ഞാൽ നിലനിൽക്കുമോ എന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. പുതിയ രീതി ഒരു വിഭാഗം കുട്ടികൾക്ക് ദോഷം ചെയ്യുമെന്നതിനെ പറ്റി യാതൊരു പഠനവും നടത്തിയില്ലെന്നും കുറ്റപ്പെടുത്തുന്ന മുഖപ്രസംഗത്തിൽ മന്ത്രിയെ പലയിടത്തും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുണ്ട്. വൈസ് ചാൻസലർമാർ മുഴുവൻ സംഖ്യകളാണെന്നും അവരെ നയിക്കുന്നത് ചാൻസലർ എന്ന ഗവർണറാണെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല പിൻവാതിലിലൂടെ സംഘപരിവാർ ഭരിക്കുന്നുവെന്നും സമസ്ത പറയുന്നു.
ബിരുദ പഠനം 3 നിന്ന് 4 വർഷമാക്കിയപ്പോഴും പ്രത്യേക പഠനം നടത്തിയില്ല. ചാൻസലർ എന്ന പിൻവാതിലിലൂടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാറാണ്. തരം പോലെ അതിനെ പ്രീണിപ്പിച്ചും കെറുവിച്ചും ഇടതുപക്ഷവും നീങ്ങുന്നു. സർവകലാശാലകളെ കളറണിയിക്കുന്നതിൽ CPMന്റെ ചരിത്രം ഒട്ടും മോശമല്ലെങ്കിലും സംഘപരിവാറിന് കേരളത്തിൽ ഇടപെടാൻ രാഷ്ട്രീയ ധാർമ്മികതയുടെ പിൻബലമില്ലെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. കേരളത്തിൽ നിന്നുമുള്ള C സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനവും ഇറക്കി. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ C സദാനന്ദൻ മാസ്റ്റർ RSS BJP നേതാവാണ്. രാഷ്ട്രീയ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു. 3 പതിറ്റാണ്ട് മുൻപ് CPM ആക്രമണത്തിൽ കാലുകൾ നഷ്ടമായ അദ്ദേഹം കൃത്രിമകാലിലാണ് സഞ്ചരിക്കുന്നത്. 22 വർഷങ്ങൾക്ക് മുൻപ് CPMന്റെ വധശ്രമത്തെ അതിജീവിച്ച വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ. CPM പ്രവർത്തകർ അദ്ദേഹത്തിന്റെ 2 കാലുകളും വെട്ടിയെടുക്കുകയായിരുന്നു. അന്ന് RSS ജില്ലാ സർക്കാര്യവാഹകായിരുന്നു മാസ്റ്റർ. 2016 കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് സ്ഥാനാർത്ഥിയായിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം മാസ്റ്റർക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയിരുന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളുടെ പ്രതീകമെന്നും മോദി അന്ന് പറഞ്ഞിരുന്നു. നിലവിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പെന്ന് BJP പ്രതികരിച്ചു. അതേസമയം രാജ്യസഭയിൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ 4 ഒഴിവുകൾ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള അഭിഭാഷകനായ ഉജ്ജൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ, ചരിത്രകാരിയായ മീനാക്ഷി ജെയിൻ എന്നിവരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മറ്റുള്ളവർ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സദാനന്ദൻ മാഷിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിലെ BJPയെ എങ്ങനെയാണ് അടിച്ചമർത്തുന്നത് എന്നത് രാജ്യം ചർച്ച ചെയ്യും. രാജ്യവും സർക്കാരും ജനങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ നോമിനേഷനിലൂടെ വ്യക്തമാകുന്നതെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തൃശൂരിൽ പറഞ്ഞു. സദാനന്ദൻ മാഷ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സദാനന്ദൻ മാഷ്. ഇനി അത് രാജ്യം ചർച്ച ചെയ്യട്ടെ. കേരള രാഷ്ട്രീയത്തിലെ രീതികൾ എങ്ങനെയാണ് BJPയെ അടിച്ചമർത്താൻ ശ്രമിച്ചതെന്നുള്ളത് ഇന്ന് മുതൽ അത് രാജ്യം ചർച്ച ചെയ്യും. BJP പ്രവർത്തകനായ C ദത്തനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച ആളെയാണ് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്യാറുള്ളത്, അല്ലാതെ ഒരു പാർട്ടി പ്രവർത്തകനെ അല്ലെന്നും അതിൽ അധാർമികത ഉണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഗുരുപൂജ ചെയ്യുന്നതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ കുറ്റപ്പെടുത്താനാകില്ല. ശരിയായ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാലഗോകുലത്തിന്റെ ദക്ഷിണമേഖലയുടെ 50ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ബാലരാമപുരത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണമെന്ന സൂചന. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണപ്പെട്ട പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിനിക്കാണ് നിപ്പ സംശയിക്കുന്നത്. മഞ്ചേരിയിലെ പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചു. ഫലത്തിനായി സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. ഇതോടെ 2 ആഴ്ചക്കിടെ നിപ്പ ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം 2ആയി. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മണ്ണാർക്കാട് ചിങ്ങിലേരി സ്വദേശിയായ 57-കാരൻ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ്പ കണ്ടെത്തിയത്.
പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അന്തിമ ഫലം ലഭിക്കേണ്ടതുണ്ട്. സംഭവത്തെ തുടർന്ന് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. DMO ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഈ മാസം 1-ാം തീയതി മങ്കട സ്വദേശിയായ 18-കാരി നിപ്പ ബാധിച്ച് മരണപ്പെട്ടിരുന്നു. പാലക്കാട് മണർകാടിനടുത്ത് നാട്ടുകൽ സ്വദേശിയായ യുവതി 2 ആഴ്ചയിലേറെയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. നിപ്പ സ്ഥിരീകരിച്ചതോടെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുന്നതിനിടെയാണ് വീണ്ടും നിപ്പ ബാധിച്ച മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര സംഘവും മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ സന്ദർശനം തുടരുകയാണ്. അതേസമയം സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 497 ആയി. അമൃത ന്യൂസ്, മലപ്പുറം. അഹമ്മദാബാദ് വിമാന അപകടത്തിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പൈലറ്റുമാരുടെ സംഘടന. അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാണ് സംഘടനയുടെ ആവശ്യം. പൈലറ്റുമാരെ മാത്രം ബലിയേടാക്കി ബോയിങ് അടക്കമുള്ള കമ്പനികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് പ്രധാന ആക്ഷേപം. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. പൈലറ്റുമാരുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പൈലറ്റുമാരുടെ സംഘടന ആശങ്ക രേഖപ്പെടുത്തുന്നത്. അന്വേഷണ സംഘം കണ്ടെത്തിയ രേഖകളും റെക്കോർഡർ വിവരങ്ങളും പുറത്തുവിടണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ 4 സെക്കൻഡുകൾ വ്യത്യാസത്തിൽ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപേ വിമാനം തകർന്നു വീണു എന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 15 പേർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്നു. 2:09 മേഡേ കോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വന്നിരുന്നുവെങ്കിലും തിരിച്ച് കോക്പിറ്റിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം അഹമ്മദാബാദിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. അതേസമയം റിപ്പോർട്ട് പാർലമെന്റിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അവ്യക്തമായ റിപ്പോർട്ടിൽ പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്. അന്വേഷണം കൂടുതൽ സുതാര്യമാക്കണം എന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക്, അമൃത TV. തമിഴ്നാട് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിനിന് തീപിടിച്ചു. മണാലിയിൽ നിന്നും തിരുപ്പതി മേഖലയിലേക്ക് പോകുകയായിരുന്ന ട്രെയിനാണ് തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടിച്ചത്. ഡീസൽ കയറ്റി വന്ന ബോഗികളാണ് തീപിടിച്ചത്. ഇതോടെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. പ്രദേശത്ത് വലിയ തീയും പുകയും ഉയർന്നു. അപകടത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ചെന്നൈയിൽ നിന്നും പുറപ്പെടുന്ന 8 ട്രെയിനുകൾ റദ്ദാക്കിയതായും 5 ട്രെയിനുകൾ വഴി തിരിച്ചുവിട്ടതായും ദക്ഷിണ റെയിൽവേ അറിയിച്ചു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. അട്ടിമറി സാധ്യതയും തള്ളിക്കളയുന്നില്ല. പാലക്കാട് പൊൽപ്പുള്ളി കാർ സ്ഫോടനത്തിൽ പെട്രോൾ ട്യൂബ് ചോർന്നത് അപകട കാരണമെന്ന മോട്ടോർ വാഹന വകുപ്പ്. ഇന്ധനം സ്റ്റാർട്ടിംഗ് മോട്ടോറിന് മുകളിലേക്ക് വീണു. കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പാർക്ക് ഉണ്ടായെന്നും തീ പെട്രോൾ ടാങ്കിലേക്ക് പടർന്ന് പൊട്ടിത്തെറിയുണ്ടായെന്നും MVD വിലയിരുത്തുന്നു. അതേസമയം അപകടത്തിൽ മരിച്ച കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. എമലീന, 6 വയസ്സുകാരൻ ആൽഫ്രഡ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. സംസ്കാരം പിന്നീട് നടക്കും. അപകടത്തിൽ പൊള്ളലേറ്റ അവരുടെ അമ്മ LC മാർട്ടിന്റെ നില അതീവ ഗുരുതരമാണ്. സഹോദരി അലീനയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. 40% പൊള്ളലേറ്റ മൂത്ത മകൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാഗമണ്ണിൽ കാർ ചാർജിംഗ് സ്റ്റേഷനിൽ കാർ ഇടിച്ചു കയറി 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തു. സംഭവത്തിൽ കരുനാഗപ്പള്ളി സ്വദേശിയായ ജയകൃഷ്ണന് എതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇയാൾ എറണാകുളത്ത് അഭിഭാഷകനാണ്. വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അനാസ്ഥ കാട്ടിയതായും നാട്ടുകാർ ആരോപിക്കുന്നു. അപകടം നടന്ന ഉടനെ സംഭവം നാട്ടുകാർ പോലീസിൽ അറിയിച്ചിരുന്നു. എന്നാൽ ജയകൃഷ്ണൻ ബഹളം വെച്ചതോടെ വണ്ടി നമ്പർ എഴുതിയെടുത്ത് വാഹനം വിട്ടയക്കാൻ പോലീസ് നിർദ്ദേശിച്ചതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഇതോടെ ഇയാൾ മദ്യപിച്ചതാണോ എന്ന് ചെക്കപ്പ് നടത്താൻ സാധിച്ചിട്ടുമില്ല. പത്തനംതിട്ടയിലെ KPCC സമര സംഗമത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യന്റെ വിമർശനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതും തീരുമാനിച്ചതും ജില്ലയിൽ ആരോടും ചോദിക്കാതെ. സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണം ഈ നിലപാടാണ്. അഭിപ്രായം തേടിയിരുന്നുവെങ്കിൽ 3 പേരെയെങ്കിലും ജയിപ്പിക്കാമായിരുന്നു. സ്ഥാനാർത്ഥിത്വം ആരെയും അടിച്ചേൽപ്പിക്കരുത്. യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും PJ കുര്യൻ വിമർശിക്കുകയും SFIയെ പുകഴ്ത്തുകയും ചെയ്തു. എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, KSUവിൻ്റെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ TV-യിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓരോ മണ്ഡലത്തിലും പോയി
അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ചെറുപ്പക്കാർ ചെന്നാൽ ഒരു മണ്ഡലത്തിൽ 25 ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഈ ക്യാമ്പയിനൊക്കെ അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കുക എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. എന്നാൽ അതേ വേദിയിൽ മുതിർന്ന നേതാവിന് മറുപടി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിമർശനങ്ങളെ ശിരസാവഹിക്കുന്നു. കുടുംബസംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാർ കുറവായിരിക്കാം, പക്ഷേ ആ കുറവ് തെരുവിലെ സമരങ്ങളിലില്ല. PJ കുര്യൻ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരരംഗത്ത് പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുകയായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ശ്രീ കുര്യൻ സാറ് സംസാരമധ്യേ എന്നോട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ, സംസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഞാനതിനെ ശിരസ വഹിക്കുന്നു. ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ലിഫ് ഹൗസിന് ബോംബ് ഭീഷണി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. രാവിലെ 11-ന് ക്ഷേത്രമുറ്റത്തെ ആനക്കൊട്ടിലിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഭദ്രദീപം കൊളുത്തി വള്ളസദ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ആന്റണി MP, പ്രമോദ് നാരായണൻ MLA തുടങ്ങിയവർ ഇലയിൽ വിഭവങ്ങൾ വിളമ്പി. ഒപ്പം ക്ഷേത്രമുറ്റത്തേക്ക് വഞ്ചിപ്പാട്ട് പാടിയെത്തിയ പള്ളിയോടത്തെ സ്വീകരിച്ച് ആനയിച്ചു. ഇക്കൊല്ലം 400-ലധികം വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യകൾ നടക്കുക. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ശബരിമലയിൽ പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠാകർമ്മം നടന്നു. തന്ത്രി കണ്ഠരരാജ് മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തരാണ് പ്രതിഷ്ഠാകർമ്മം കണ്ടുതൊഴാൻ കാത്തുനിന്നത്. മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിൽ വിഷവാതക ചോർച്ചയെ തുടർന്ന് മരിച്ച കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദിന് കണ്ണീരോടെ വിട നൽകി നാട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഇന്ന് നാട്ടിലേക്ക് വരാനിരുന്ന ബിജിൽ ചേതനയറ്റ ശരീരമായി തിരിച്ചെത്തിയതിന്റെ നടുക്കത്തിലാണ് സുഹൃത്തുക്കൾ. ശനിയാഴ്ച രാവിലെയാണ് MRPL ഓപ്പറേറ്ററായ ബിജിൽ പ്രസാദ് വിഷവാതക ചോർച്ചയെ തുടർന്ന് മരിച്ചത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിടെക്നിക് കോളേജിലെ 2007-2010 ബാച്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു മരിച്ച ബിജിൽ. സഹപാഠികളായ സുഹൃത്തുക്കളോടൊപ്പം ഒത്തുകൂടാൻ ഇന്ന് കോഴിക്കോട്ടേക്ക് വരാനിരിക്കെയാണ് ബിജിൽ മരണത്തിന് കീഴടങ്ങിയത്. രാവിലെ 10:30 ആകുമ്പോൾ കോഴിക്കോട് ടൗണിൽ എത്തുമെന്നും ശേഷം ഒന്നിച്ച് ഗെറ്റ് ടുഗദർ നടക്കുന്ന ബീച്ചിനടുത്ത ഹോട്ടലിലേക്ക് പോകാമെന്നും ബിജിൽ സുഹൃത്തായ നിതിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു വരവായിരിക്കും അതെന്ന് കരുതിയില്ല എന്ന് നിതിൻ പറഞ്ഞു. കൂടാൻ വേണ്ടി ഇരുന്നാണ് ഇന്ന് വന്ന് ഞങ്ങളെ ബാച്ചിലെല്ലാവരും കൂടെ ഇന്ന് പോളിയിൽ വെച്ച് റീയൂണിയൻ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി രാവിലെ 10:30 വരും, ടൗണിൽ വരും, നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞതാണ്. അതിനിടയ്ക്കാണ് സംഭവിക്കുന്നത്. വർഷങ്ങളായി മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിൽ ജോലി ചെയ്യുന്ന ബിജിൽ ഭാര്യയോടും മക്കളോടുമൊപ്പം അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ പുതിയതായി നിർമ്മിച്ച വീട്ടിൽ ഒരു ദിവസം പോലും കഴിയാനുള്ള യോഗം ബിജിലിനുണ്ടായില്ല. പോളിയിൽ പഠിപ്പ് കഴിഞ്ഞോടുമ്പോൾ തന്നെ FSCT കയറി അവിടുന്ന് ഇവിടെ കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോകാം. ബാംഗ്ലൂർ ഭാര്യ മക്കൾ ക്വാർട്ടേഴ്സ് താമസിക്കുക. ഇപ്പോൾ ഒരു പുതിയ വീടുണ്ടാക്കി ചിങ്ങത്തിൽ കൂടാൻ ഉള്ള പരിപാടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നു നിൽക്കുകയാണ്. അവിടെ ട്രാൻസ്ഫർ ഉണ്ടല്ലോ, അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ സെറ്റിൽ. ശനിയാഴ്ച രാവിലെയാണ് MRPL ഓപ്പറേറ്റർമാരായ ബിജിൽ പ്രസാദു, പ്രയാഗ്രാജ് സ്വദേശി ദീപ് ചന്ദ്രയും വിഷവാതക ചോർച്ചയെ തുടർന്ന് മരിച്ചത്. രാത്രിയിൽ ബന്ധുക്കൾ മംഗളൂരുവിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. CPM വയനാട് ഘടകത്തിൽ ഉടലെടുത്ത വിഭാഗീയ പ്രശ്നങ്ങളിൽ സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെടുന്നു. പാർട്ടിയിൽ കടുത്ത പൊട്ടിത്തെറികൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടയിലാണ് ആദ്യമായി സംസ്ഥാന നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നത്. ഈ മാസം 15-ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ, KK ശൈലജ, MV ജയരാജൻ എന്നിവർ വയനാട്ടിലെത്തി വിഭാഗീയ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തും. വയനാട്ടിലെ മുതിർന്ന നേതാവ് AV ജയനെ തരം താഴ്ത്തിയ നടപടിക്ക് പിന്നാലെയാണ് CPM-ൽ അപ്രതീക്ഷിത പൊട്ടിത്തെറിയുണ്ടായത്. ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളും
അണികളും പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയിലാണ്. ഇതോടെ CPM ജില്ലാ നേതൃത്വം കടുത്ത പ്രതിരോധത്തിലായി. AV ജയന് എതിരായ നടപടി കടുത്ത വിഭാഗീയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന ആശങ്കയിലാണ് പാർട്ടി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റും പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവുമായ AV ജയനെ പാലിയേറ്റീവ് കെയർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചാണ് തരം താഴ്ത്തിയത്. വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ച CPM റിപ്പോർട്ടിന് പിന്നാലെ നടപടിയെടുക്കുകയായിരുന്നു. പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഇരളം ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് ജയനെ തരം താഴ്ത്തിയത്. കണിയാമറ്റ ലോക്കൽ കമ്മിറ്റിയിലും വിഭാഗീയത ചൂണ്ടിക്കാട്ടി പ്രവർത്തകർ രംഗത്തു വന്നു. പാർട്ടി നടപടിയിൽ പരസ്യപ്രതികരണം നടത്തിയ AV ജയൻ, കേണിച്ചിറ ലോക്കൽ സെക്രട്ടറി ജിഷ്ണു ഷാജി, AKS ജില്ലാ സെക്രട്ടറി AN പ്രസാദ് എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. സംഘടനാ വിഷയങ്ങളോടൊപ്പം വയനാട് CPMലെ പ്രശ്നങ്ങളും നേതാക്കൾ പരിഗണിക്കും. അമൃത ന്യൂസ്, വയനാട്. നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനലിലെ വള്ളങ്ങളുടെ സമയക്രമം മിനിറ്റിനും സെക്കൻഡിനും ശേഷം 3 ഡിജിറ്റായി നിജപ്പെടുത്തണമെന്ന് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി നിയോഗിച്ച ടെക്നിക്കൽ കമ്മിറ്റി. ഒന്നിലധികം വള്ളങ്ങൾ ഒരേ സമയം ഫിനിഷ് ചെയ്താൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ നിശ്ചയിക്കണം. 6 മാസം വീതം കപ്പ് കൈവശം വയ്ക്കാൻ ടീമുകളെ അനുവദിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. ഓഗസ്റ്റ് 30 പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കുന്നതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിയോഗിച്ച ടെക്നിക്കൽ കമ്മിറ്റിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സബ് കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സമയക്രമം 3 ഡിജിറ്റായി നിജപ്പെടുത്തുമ്പോൾ ഒന്നിലധികം വള്ളങ്ങൾ ഒരേ സമയം ഫിനിഷ് ചെയ്താൽ അവയെ ഉൾപ്പെടുത്തി നറുക്കെടുപ്പിലൂടെ വിജയിയെ നിശ്ചയിക്കണമെന്നും 6 മാസം വീതം കപ്പ് കൈവശം വെക്കുവാൻ അനുവദിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. ആദ്യ 6 മാസം ആർക്ക് എന്നത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. മെക്കനൈസ്ഡ് സംവിധാനവും മാഗ്നറ്റിക് പവർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സ്റ്റാർട്ടിംഗ് സംവിധാനവും പ്രയോജനപ്പെടുത്താമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. ടെൻഡർ വിളിച്ച് ഡെമോൺസ്ട്രേഷൻ നടത്തി പ്രായോഗികത ബോധ്യപ്പെട്ടു വേണം മികച്ചവ തിരഞ്ഞെടുക്കുവാൻ. സ്റ്റാർട്ടിംഗ് ചേംബർ ആകർഷകമായി തയ്യാറാക്കണം. വള്ളങ്ങളുടെ ചുണ്ട് ഒരുപോലെ ക്രമീകരിച്ച് സ്റ്റാർട്ടിംഗിൽ തുല്യത ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗിലേതുപോലെ ക്യാമറ സംവിധാനം ഒരുക്കണമെന്നും സ്റ്റീൽ പൈപ്പുകൾ നാട്ടി ട്രാക്കുകൾ വേർതിരിക്കണമെന്നും സബ് കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും ജൂലൈ 15 5 മണിക്കകം കമ്മിറ്റി അറിയിക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആവശ്യപ്പെട്ടു. ഇതിനുശേഷമാകും നിയമാവലി തയ്യാറാക്കുക. അതേസമയം വള്ളംകളിയുടെ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റമുണ്ടാവില്ല. 25,000, 10,000, 3,000, 2,500, 1,500, 500, 300, 200, 100 എന്നിങ്ങനെയാകും ടിക്കറ്റ് നിരക്കുകൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. കൊച്ചിയിൽ ലഹരി കേസിൽ പിടിയിലായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ റിൻസി മുംതാസിന്റെ സിനിമാ ബന്ധങ്ങൾ പരിശോധിച്ച് പോലീസ്. സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് റിൻസി ലഹരി എത്തിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നീക്കം. റിൻസിയുമായി ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റ് പോലീസ് ശേഖരിച്ചു. ഇവരുടെ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നും ലഹരി ഇടപാടിന്റെ കണക്കുകളും പോലീസിന് ലഭിച്ചു. റിമാൻഡിൽ കഴിയുന്ന റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് രാസലഹരിക്കടത്ത് നടത്തുന്ന സംഘത്തിലെ കൊച്ചിയിലെ പ്രധാന വിതരണക്കാരി പിടിയിൽ. പള്ളുരുത്തി സ്വദേശി ലിജിയെ തൈക്കൂടത്തെ ലോഡ്ജിൽ നിന്നുമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഒപ്പം 24 ഗ്രാം MDMAയുമായി 2 ആൺ സുഹൃത്തുക്കളും അറസ്റ്റിലായിട്ടുണ്ട്. സംശയം തോന്നാതിരിക്കാൻ മകളെയും കൂട്ടിയായിരുന്നു ലഹരിക്കടത്തെന്ന് എക്സൈസ് പറയുന്നു. എറണാകുളത്ത് 3 മാസം പ്രായമുള്ള നായയുടെ മുഖത്ത് കെമിക്കൽ ലായനി ഒഴിച്ചതായി പരാതി. നായയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ആന്തരിക അവയവങ്ങൾക്കും പൊള്ളലേറ്റിട്ടുണ്ട്. പുത്തൻകുരിശ് സ്വദേശി നയനയുടെ വളർത്തു നായ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ അയൽവാസികളെ സംശയമുണ്ടെന്ന് ഉടമ പറഞ്ഞു. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കൂടിന് അകത്ത് കിടന്നിരുന്ന നായയെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ആക്രമിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പടിഞ്ഞാറേ വെമ്പല്ലൂരിൽ കടലിൽ യുവാവിന്റെ ജഡം കണ്ടെത്തി. കരയിൽ നിന്നും 18 കിലോമീറ്റർ അകലെയാണ് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. അഴീക്കോട് തീരദേശ പോലീസ് മൃതദേഹം കരയിലെത്തിച്ച് മോർച്ചറിയിലേക്ക് മാറ്റി. മരിച്ചയാളെ തിരിച്ചറിയാനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലെ താനൂരിൽ ഒരാളെ കടലിൽ കാണാതായിരുന്നു. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുഴയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയെയും കണ്ടെത്താനായിട്ടില്ല. കായിക വാർത്തകൾ നോക്കാം. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്നാണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസും ഇറ്റലിയുടെ യാനിക് സിന്നറും ഓൾ ഇംഗ്ലണ്ട് ക്ലബിലെ സെന്റർ കോർട്ടിൽ ഏറ്റുമുട്ടും. ഹാട്രിക് ലക്ഷ്യമിട്ട് അൽക്കാരസ് ഇറങ്ങുമ്പോൾ കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് സിന്നർ മത്സരത്തിന് ഇറങ്ങുന്നത്. രാത്രി 8:30-ക്കാണ് പോരാട്ടം.
ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ ഇന്ന്. PSG ചെൽസി മത്സരം ന്യൂജേഴ്സിയിലെ മിഡ് ലൈഫ് സ്റ്റേഡിയത്തിൽ രാത്രി 12:30 മുതലാണ്. ലൂയിസ് എൻറിക്വ പരിശീലിപ്പിക്കുന്ന PSG 6ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. സെമി ഫൈനലിൽ കരുത്തരായ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PSG ഫൈനലിൽ എത്തിയത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, കാണുക. നമസ്കാരം.